നമസ്കാരം. 1202 ആണ്ട് ചിങ്ങമാസം 1 മുതൽ 1202 കർക്കിടക മാസം 31 അതായത് 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെയുള്ള ഒരു വർഷക്കാലം 12 മാസക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഉത്രം നക്ഷത്രക്കാർക്ക്, ഉത്രം 1 പാദക്കാർക്ക് വ്യാഴം 2, 12, 1 ഭാവത്തിലും ശനി 8, 9 ഭാവത്തിലും രാഹു 7, 6 ഭാവങ്ങളിലും, ഉത്രം 2, 3, 4 പാദക്കാർക്ക് വ്യാഴം 11, 12 ഭാവത്തിലും ശനി 7, 8 ഭാവത്തിലും രാഹു 6, 5 ഭാവങ്ങളിലും ഗോചരം ചെയ്യുന്ന കാലമാണ്. പൊതുവിൽ ഗുണദോഷ സമ്മിശ്ര കാലഘട്ടമാണ് എങ്കിലും ദോഷാധിക്യങ്ങൾ കൂടിയിരിക്കുന്നതാണ്. രോഗങ്ങൾക്ക് ആശ്വാസവും മനസ്സുഖവും അതുപോലെ തന്നെ കുടുംബത്തിലെ സന്തോഷവും സമാധാനവും ഐക്യവും ഒക്കെ വന്നു ചേരുന്നുണ്ട്. ഭൂമി വാങ്ങാനോ ഭൂമി വിൽക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗമുണ്ട്. ഭൂമി ലാഭം പ്രതീക്ഷിക്കുന്ന കാലമാണ്. കുടുംബത്തിലെ അസ്വസ്ഥതകളൊക്കെ മാറുന്നതാണെങ്കിലും പൊതുവിൽ നിങ്ങൾക്ക് പങ്കാളിയുമായിട്ടുള്ള ആ ഒരു ഐക്യത്തിന് കുറച്ച് കുറവ് വരുന്നതാണ്. ഔദ്യോഗികമായിട്ടുള്ള ഉയർച്ചയിൽ സ്ഥാനമാറ്റം, ഉയർച്ച ഇവയൊക്കെ വന്നുപെടാം. മേലധികാരികളുടെ അതൃപ്തിയൊക്കെ അനുഭവയോഗ്യമാകുന്ന കാലമാണ്. ദൂരദേശ യാത്രകളൊക്കെ അനുഭവയോഗ്യമാകാം. വ്യാപാര വ്യവസായ രംഗത്ത് ഉയർച്ച കൈവരിക്കുന്ന ഒരു വർഷമാണ്. സർക്കാരിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യമൊക്കെ പ്രതീക്ഷിച്ചവർക്ക് അത് ലഭ്യമാകുന്നുണ്ട്. ഭക്ഷണത്തിലെ ശ്രദ്ധക്കുറവും അനാരോഗ്യത്തിന് സാധ്യത വരുത്തുന്നുണ്ട്. സന്താനങ്ങളെ കൊണ്ട് ദുഃഖം ഉണ്ടാകുന്ന പല പ്രവൃത്തികളും വന്നു ചേരാം. സ്ത്രീജനങ്ങളെ കൊണ്ട് ഉപദ്രവങ്ങളും ശത്രുശല്യവും വർദ്ധിക്കുന്നതാണ്. കടം ബാധ്യതകൾ നിങ്ങളെ വല്ലാതെ മനോദുഃഖത്തിലാഴ്ത്തുന്നതാണ്. വിദേശത്തെ തൊഴിൽ ആഗ്രഹിച്ചവർക്ക്, വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചവർക്കൊക്കെ അത് സാധ്യമാകുന്നുണ്ട്. വർഷം മധ്യത്തോടുകൂടി സകല കാര്യത്തിലും വിജയം വന്നു ഭവിക്കുന്നതാണ്. കർമ്മരംഗത്ത് ഉത്തരവാദിത്തമുള്ള പല കാര്യങ്ങളും ഏറ്റെടുക്കേണ്ടി വന്നേക്കാം. മാനസിക മനോവ്യത ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു വർഷമായിരിക്കും. പങ്കാളിത്ത കച്ചവടത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നത് നല്ലതാണ്. കടബാധ്യതകൾ കുറേശ്ശെയായിട്ട് തീർക്കാനായിട്ട് സാഹചര്യങ്ങളൊക്കെ വന്നുവിടും. ചില അപ്രതീക്ഷിത സംഭവങ്ങൾ മൂലം മനസ്സ് എപ്പോഴും അസ്വസ്ഥമാകുന്നതും ദുഃഖപൂർണവുമാകുന്നതാണ്. മനസ്സ് കലുഷിതമാകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. പ്രത്യേകിച്ച് ദുരിതപൂർണമായിട്ടുള്ള അവസരങ്ങൾ ഒഴിവാക്കുന്നതിനും ദോഷപരിഹാരത്തിനും അതുപോലെ തന്നെ ഗുണാനുഭവങ്ങൾ കൂടിയിരിക്കുന്നതിനുമായിട്ട് ശിവങ്കല ശനിയാഴ്ച ദിവസം ധാര, അതുപോലെ തന്നെ കൂവളമാല അർച്ചന, പിൻവിളക്ക് വഴിപാടായിട്ട് നടത്തുന്നത്, അതുപോലെ നെയ്വിളക്ക് പിൻവിളക്കാക്കുന്നതും ഒക്കെ നല്ലതായിരിക്കും. കൂടുതൽ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നത് മൂലം ചില ദോഷാനുഭവങ്ങൾ കുറഞ്ഞിരിക്കുന്നതാണ്.